ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം വീഡിയോ ആയിട്ടൊന്ന് എടുത്താണ്. അപ്പം ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റു. ഞാൻ എണീക്കുന്നതിന് മുന്നേ മോളണിച്ച് കറി വിട്ടോ. പിന്നെ അവളൊന്ന് ഫീഡ് ചെയ്ത് ഉറക്കിയ ശേഷമാണ് ഞാൻ പുറത്ത് ചാടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വന്ന ഒരു പണിയും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കുറച്ച് തിരക്കുള്ള ദിവസമാണല്ലോ. ഫസ്റ്റ് ദിവസമാകുമ്പോൾ നമുക്ക് ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്തുണ്ടാക്കുന്ന മോൻ്റെ കൂടെ സ്കൂളിലേക്കും പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നും വേഗം തട്ടിക്കൂട്ടി കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടുകളിലൊക്കെ എടുത്ത് റെഡിയാക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ബാക്കിയും വേറെ കുറേ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ക്യാമറ പിടിച്ചുകൊണ്ടിരുന്ന് അന്ന് ഷൂട്ട് ചെയ്യാൻ മോനൽ ആ ടൈമിൽ എണിച്ചതാണെങ്കിൽ അവൻ എൻ്റെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാക്കും നേരത്തെ തന്നെ പോകണം. അപ്പം അതുകൊണ്ട് ഇന്ന് ഫുള്ള് ബിസി ആയിട്ടുള്ള സമയമായിരുന്നു കേട്ടോ, ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മളുടെ അടിക്കലും തുടയ്ക്കലും പറഞ്ഞ പോലെ എല്ലാ പണികളും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹിസോട്ടിനെ കൊണ്ടുപോയി കുളിപ്പിച്ചു. മോനെ ഡ്രസ്സ് മാറ്റാനുള്ള അവനക്കുള്ളതൊക്കെ റെഡി ആക്കി കൊടുത്തു. പിന്നെ ഹിസോട്ടിനെ മാറ്റി റെഡി ആക്കിട്ടോ. ഞാൻ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തപ്പം തോറ്റു പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. തലയിലെ കൈ കൊടുത്തിട്ടും അഫിനെ വെറുതെ ഇട്ടൊന്ന് സ്ക്രൂ ചെയ്താണ്. അപ്പം അതിൻ്റെ ഇറിറ്റേഷൻ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാക്കുന്ന ലീവ് ഉണ്ടായിരുന്നില്ല മോനെ സ്കൂളിൽ കൊണ്ടാക്കുക. അപ്പം നമ്മുടെ തൊട്ട വീട്ടിലുള്ള മോനെ സ്കൂളിൽ കൊണ്ടുവരുന്ന ചെയ്യുകയൊക്കെ ചെയ്യണത് അവനാണ് കേട്ടോ. അപ്പം അവൻ്റെ ഓട്ടോ എടുത്തു. സ്കൂളിലേക്ക് പോയി. ഫസ്റ്റ് സീറ്റൊക്കെ ഒന്ന് സെറ്റാവാനും ഇതിനൊക്കെ ആയിട്ട് ഫ്രണ്ട്സിനെ കണ്ട ഒരു ഇതിലായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് കുട്ടികൾ പുതിയതായിട്ടുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ടീച്ചറിനടുത്തൊക്കെ സംസാരിച്ചു. പിന്നെ അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവനക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറയുക, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് എൻ്റെ മോൻ പഠിക്കുന്നത് കേട്ടോ. എൻ്റെയൊക്കെയും പഠിച്ച സ്കൂളിൽ തന്നെയാണ് എൻ്റെ മോനും പഠിക്കണത്. ഇപ്പോൾ നമുക്ക് ആ സ്കൂളിലേക്ക് കയറുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ആ ഒരു പഴയ കാലം, നമ്മൾ ആ സ്കൂളിൽ പോയതും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരില്ലേ. വീണ്ടും ആ ഒരു വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോസിലേക്ക് കാണുമ്പോൾ ചിന്തിക്കാറുണ്ട് കേട്ടോ, നമുക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോയെന്ന്. കാരണം മോൻ ആദ്യം വേറെ സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ ഇവിടേക്ക് ഇപ്പോൾ ആക്കണ കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഫസ്റ്റ് ടൈം പ്രൈവറ്റിലായിരുന്നു. അപ്പം അങ്ങനെ പോട്ടെ പറഞ്ഞ് വിട്ടതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്കൂളും ക്ലാസ്സും ഇതൊക്കെ. പണ്ട് നമ്മൾ പോയ വഴികളും സ്കൂളൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കുറേ പാരൻസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു വീഡിയോ എടുക്കാനൊരു ചമ്മലുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിച്ച കഴിക്കണ പ്ലേസൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ കുട്ടികളൊക്കെ ഇതിന് പോകണ്ട. അപ്പം അമ്മ ഇനി ഒരു ക്യാമറയിൽ പെടുമ്പോൾ അവർക്കൊരു ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പഠിക്കുമ്പോൾ. ഒരു 7th സ്റ്റാൻഡേർഡൊക്കെ ആ ഭാഗത്തായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ആദ്യം ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ആ മതിലിൻ്റെ അവിടെ നിന്ന് നമുക്ക് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് സാധനം എടുത്ത് തരുന്ന പോലെ ഇട്ട് അവിടെ നിന്ന് 1 രൂപൻ്റെ മാങ്ങച്ചാറും പിന്നെ കച്ചായം പോലത്തെ സാധനം, പുളിമുട്ടായി, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ അവിടെ കടകളും ഇതൊന്നുമില്ല. അവർ ഷീറ്റൊക്കെ വെച്ച് പൊക്കിയിരിക്കണു. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ വാങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ ഹിസൂട്ടി എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ മോനെ വിളിച്ചു, ഞങ്ങളങ്ങനെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.